നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരന് വിട. ടി വാസുദേവൻ നായർ. ശിഥിലമാകുന്ന തറവാട്ടിലെ അവഗണിക്കപ്പെടുന്ന അനന്തരവൻ്റെ നിന്ദിതവും പീഡിതവുമായ വൈകാരിക ലോകമാണ് ടി വാസുദേവൻ നായരുടെ സാഹിത്യകൃതികളിൽ ആവിഷ്കൃതമാകുന്നത്. ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളുടെ കഥയെ അദ്ദേഹം പറയുന്നുള്ളൂ. ബാല്യകാലത്ത് അനുഭവിക്കുന്ന അവഗണനയും ദാരിദ്ര്യവുമാണ് പലപ്പോഴും ഈ ഒറ്റപ്പെടലിന് നിദാനം. ബാല്യത്തിൽ എല്ലാ അവസരങ്ങളും ആനന്ദങ്ങളും നിഷേധിക്കപ്പെടുന്ന ഈ കഥാപാത്രം യൗവനത്തിൽ ജീവിതം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അപസാമാന്യവൽകൃതമാകുന്ന വ്യക്തിത്വത്തിന് അച്ചടക്കപൂർണമായ ജീവിതം നയിക്കാനുള്ള കഴിവ് നഷ്ടമാകുന്നു. കിട്ടുന്ന പണം ധൂർത്തടിക്കാനും സ്നേഹം കൊണ്ട് പന്താടാനും അയാൾ വെമ്പുന്നു. അയാൾ തീവ്രമായ ജീവിതാസക്തിയോടെ എല്ലാവിധ ലഹരികൾക്കും അടിമയാകുന്നു. അവർ ശാന്തിപർവം, അന്തിവെളിച്ചം, നീലക്കുന്നുകൾ തുടങ്ങി ഒട്ടേറെ കഥകളിൽ നാം ഈ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു. പകയും ആത്മനിന്ദയുമാണ് അവരുടെ മുഖമുദ്രകൾ. നൈസർഗികമായ ചില കാമനകളുടെ ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് തീവ്രമായ സംഘർഷം അനുഭവിക്കുന്നവരാണ് ടിയുടെ ചില കഥാപാത്രങ്ങൾ. ഇത്തരം മാനസിക സംഘർഷമാണ് ബന്ധനം, പെരുമഴയുടെ പിറ്റേന്ന്, വാരിക്കുഴി തുടങ്ങിയ കഥകളിൽ ആവിഷ്കൃതമാകുന്നത്. തനിക്ക് സമ്പന്നമായ ജീവിതം നൽകിയ ഭാര്യയെയും തന്നെ സ്നേഹിക്കുന്ന പുത്രിയെയും സ്നേഹിക്കണമെന്ന് അയാൾക്കുണ്ട്. പക്ഷേ പരസ്ത്രീയുടെ ആകർഷണ വലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾക്ക് കഴിയുന്നില്ല. യുക്തിവിചാരത്തിലൂടെ രൂപപ്പെടുത്തിയ എല്ലാ കരുതലുകളും തീരുമാനങ്ങളും സ്വന്തം വീടിൻ്റെ പടി കടക്കുന്നതോടെ തകർന്നു പോകുന്നു. ഒരേ സമയം ഭാര്യയെയും കാമുകിയെയും വഞ്ചിക്കുന്ന അയാൾ കാമുകിയുടെ ആശ്ലേഷത്തിൽ അമരാൻ വെമ്പിക്കൊതിക്കുന്നു. ഇതാണ് ബന്ധനത്തിൽ നാം കാണുന്നത്. അന്ധതയും അജ്ഞതയും നിറഞ്ഞ ഗ്രാമീണ ജീവിതത്തിൽ കുടുംബവും സമൂഹവും ചേർന്നൊറ്റപ്പെടുത്തുന്ന ചില മനുഷ്യരുണ്ട്. അവരെ മറ്റാർക്കും മനസ്സിലാകുന്നില്ല. നിരാശതകളുടെ പരമാവധിയിൽ അവർ ആത്മഹത്യ വരിക്കുകയോ വിധിക്ക് കീഴടങ്ങുകയോ ചെയ്യുന്നു. ഇത്തരം വ്യക്തികൾ അനുഭവിക്കുന്ന തീവ്രമായ മാനസിക വ്യഥ കാൽപ്പനികമായ തന്മയത്വത്തോടെ ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാവും കുട്ടിയേടത്തിയും ഇതിൻ്റെ മികച്ച മാതൃകകളാണ്. ടിയുടെ കഥകളിൽ തകരുന്ന തറവാടും അതുമായി ബന്ധപ്പെട്ട ജീവിത ബന്ധങ്ങളും ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളാണ്. കഥയുടെ പശ്ചാത്തലം നഗരമായിരിക്കുമ്പോഴും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിലൂടെ വികാരഭരിതമായ ആത്മഭാഷണങ്ങളിലൂടെ ഈ അന്തരീക്ഷം മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരുന്നു. ടിയുടെ പിൽക്കാല കഥകളെക്കുറിച്ച് പോലും ഇതൊരു യാഥാർത്ഥ്യമാണ്. ബോംബെയിലെ ഇടുങ്ങിയ ഫ്ലാറ്റും തിരക്കുപിടിച്ച എയറോഡ്രോമും ഒക്കെയാണ് പെരുമഴയുടെ പിറ്റേന്നിലെ പശ്ചാത്തലം. പക്ഷേ പ്രധാന കഥാപാത്രത്തിൻ്റെ സംഘർഷം നിറഞ്ഞ മനസ്സിലുണരുന്ന പൂർവ്വസ്മൃതികളിലൂടെ ഗ്രാമാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. നിലാവു പടർന്ന തൊടികളും പുല്ലേനിപ്പടർപ്പുകൾ നിറഞ്ഞ മേടുകളുമില്ലാതെ കഥ പറയുക ടിക്ക് വിഷമമാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രധാന കഥകളും ചെറുകഥയിൽ കവിഞ്ഞ വലിപ്പമുള്ളവയാണ്. മാനസിക സംഘർഷങ്ങളും ആത്മാവിൻ്റെ വിഹ്വലതകളുമാണ് ആവിഷ്കരിക്കുന്നതെങ്കിലും ഏത് കഥയിലും വ്യക്തവും മൂർത്തവുമായ സാമൂഹിക പശ്ചാത്തലം ഉണ്ടാകും. സ്ഥലവും കാലവും സാമൂഹിക ഘടനയും അവിടെ അവഗണിക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങളാണ്. ഭാവാത്മകമായിരിക്കുമ്പോഴും നന്നേ കുറച്ച് കഥകളിലൊഴിച്ച് ഏറിയ പങ്ക് കഥകളിലും കഥ പ്രധാനമായി തന്നെ അനുഭവപ്പെടുന്നതിന് കാരണം പശ്ചാത്തലത്തിൻ്റെ ഈ മൂർത്തമായ യാഥാർത്ഥ്യ പ്രതീതിയാണ്. കൂട്ടുകുടുംബത്തിൻ്റെയും ജീർണിച്ച നാലുകെട്ടിൻ്റെയും തറവാടിൻ്റെ പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ പ്രതീത്യാത്മക പശ്ചാത്തലത്തിലാണ് കുട്ടിയേടത്തിയിലെയും ഇരുട്ടിൻ്റെ ആത്മാവിലെയും നുറുങ്ങുന്ന ശൃംഖലകളിലെയും ഒക്കെ അന്തർഭാവം ആവിഷ്കൃതമാകുന്നത്. ടി കഥ പറഞ്ഞു തുടങ്ങുന്നത് അയാളെ അവതരിപ്പിച്ചുകൊണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഏറിയ പങ്ക് കഥകളിലെയും നായകൻ അയാളാണ്. അയാൾക്കൊരു പേര് പോലും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ആഖ്യാനം കുറച്ച് മുൻപോട്ട് പോകുന്നതോടെ അതൊരു ആത്മാന്വേഷണമോ ആത്മഭാഷണമോ ആകുന്നു. ആഖ്യാതാവും നായകനും ഒന്നായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ബോധധാരാ സങ്കേതത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമ്പോഴും സർവജ്ഞ വീക്ഷണത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടമാകുന്നില്ല. സംഭവങ്ങളുടെ പ്രസക്തി നിലനിൽക്കുമ്പോഴും ടിയുടെ കഥകളുടെ ശ്രദ്ധേയതയ്ക്ക് നിദാനം അവയുടെ ഭാവാത്മകതയാണ് എന്ന് സൂചിപ്പിച്ചു. ബിംബങ്ങൾ അവയിൽ കടന്നുവരുന്നതും അതുകൊണ്ട് തന്നെ. അന്തിവെളിച്ചത്തിൽ നഗരത്തിലെത്തപ്പെടുന്ന അകാല വാർദ്ധക്യം ബാധിച്ച മനുഷ്യൻ മദ്യശാലയിൽ വെച്ച് കാണുന്ന ചലനശേഷി നഷ്ടപ്പെട്ട നായ അത്തരമൊരു ബിംബമാണ്. മുന്നിൽ എറിയപ്പെട്ട ചിപ്സ് നാവ് നീട്ടി എടുക്കാനുള്ള ശേഷി പോലും അതിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ടാമതൊരിക്കൽ ചെല്ലുമ്പോൾ അതിനെ അവിടെ കാണുന്നില്ല.
വക്കുപൊട്ടിയ കവടിപ്പാത്രങ്ങളും തുരുമ്പിച്ച ചങ്ങലയും മാത്രം അവശേഷിക്കുന്നു. വാസ്തവത്തിൽ ജീവിതത്തെ തന്നെ തട്ടിക്കളിച്ച് രസിച്ച ആ മനുഷ്യൻ്റെ തന്നെ തൽക്കാല അവസ്ഥയാണ് ആ ബിംബം ധ്വനിപ്പിക്കുന്നത്. ഉത്കടമായ മൃത്യുഭീതിയും ആ ബിംബത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ബന്ധനത്തിലെ സീസറിനും അവകാശപ്പെടാം ഈ ബിംബാത്മകത്വം. ശാന്തിപർവ്വത്തിൻ്റെ ഭാവമണ്ഡലത്തെ ആകെ നിർണയിക്കുന്നത് 2 ബിംബങ്ങളാണ്. അവിചാരിതമായി കയ്യിൽ വന്നുപെട്ട അജ്ഞാത സ്ത്രീയുടെ സ്യൂട്ട്കേസും കുടിച്ച് നശിക്കുന്ന കുബേരപുത്രനും. വാരിക്കുഴിയും അന്തർഭാവമാകെ ഉൾക്കൊള്ളുന്ന ബിംബം തന്നെ. മരണം പോലുള്ള സംഭവങ്ങൾക്ക് തീരെ പ്രാധാന്യമില്ലാത്ത ഭാവാത്മക കഥകളിൽ മിക്കവാറും ബിംബകേന്ദ്രിതമായ ശില്പമാണ് കാണുക. കഥയുടെ ശില്പത്തിലേറെ ശ്രദ്ധിക്കുന്ന കഥാകൃത്താണ് MT. അത്യാവശ്യമില്ലാത്ത ഒരൊറ്റ വാക്കുപോലും കടന്നുകൂടാതിരിക്കാൻ MT ശ്രദ്ധിക്കുന്നു. മലയാള ചെറുകഥ അതിൻ്റെ ഘടനാപരമായ ഭദ്രത കൈവരിക്കുന്നത് MTയുടെ രചനകളിലാണെന്ന് പറയാം. പതനം, അഭയം തേടി വീണ്ടും, കളിവീട്, കുട്ടിയെടത്തി, വേദനയുടെ പൂക്കൾ, ഇരുട്ടിൻ്റെ ആത്മാവ്, ബന്ധനം, വാരിക്കുഴി, നഷ്ടപ്പെട്ട ദിനങ്ങൾ, നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം, രക്തം പുരണ്ട മൺതരികൾ, സ്വർഗം തുറക്കുന്ന സമയം, ഷെർലക്, വാനപ്രസ്ഥം എന്നിവയാണ് MTയുടെ ചെറുകഥാ സമാഹാരങ്ങൾ. മാഞ്ഞുപോയ അക്ഷരപുണ്യത്തിന് പ്രണാമം.